ഹായ് ഫ്രണ്ട്സ്, ലീവ്സ് ഫ്രം മൈ ഗാർഡൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരൊറ്റ ചെടിയെ മാത്രമാണ് കേട്ടോ. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ചെടിയെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോസ് ഇറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂൺ ഡസ്റ്റ് അല്ലെങ്കിൽ മോസസ് ഇൻ എ ബോട്ട് സിൽവർ എന്ന ചെടിയാണ്. നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡനിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ ചെറിയ ഒരു തൈയായിട്ടാണ് ഇത് ആദ്യമായിട്ട് വാങ്ങുന്നത്. പിന്നെ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ കാണുന്ന ഈ ചെടികളെല്ലാം തന്നെ ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങിയ സമയത്ത് എൻ്റെ പേര് പോലും അറിഞ്ഞൂടാത്തൊരു ചെടിയാണ്. അതുപോലെ തന്നെ എത്രമാത്രം കെയർ കൊടുക്കണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉച്ചയ്ക്കുള്ള വെയിൽ നല്ലപോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ചെടിയുടെ ഇലകളെല്ലാം മഞ്ഞ കളറായത്. പലപ്പോഴും പല ചെടികളും അതിൻ്റെ ഇലകളുടെയോ അല്ലെങ്കിൽ പൂക്കളുടെയൊക്കെ ഭംഗി കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. എന്നാൽ എങ്ങനെ അതിനൊരു പ്രോപ്പർ കെയർ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവാറില്ല. സോ നമ്മൾ ഒരു ചെടി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒരാഴ്ച കൊണ്ട് എങ്ങനെ നമുക്കൊരു ചെടിയെ മനസ്സിലാക്കിയെടുക്കാം എന്നതാണ്. ഏതൊരു ചെടി നട്ടു കൊടുത്താലും അതിന് അത്യാവശ്യം വേണ്ടത് വെള്ളവും വെളിച്ചവും മാത്രമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ റെഡിയാണെങ്കിൽ, അതിൻ്റെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെടിയും നഷ്ടപ്പെട്ടു പോകത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മൾ ഓവർ വാട്ടർ ചെയ്തോ അല്ലെങ്കിൽ ഒരുപാട് വെയിൽ കൊടുത്തോ ആയിരിക്കും പലപ്പോഴും പല ചെടികളും നമ്മളെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ചെടി തന്നെയാണെങ്കിൽ ഒരുപാട് വെയിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇലകൾ മഞ്ഞ കളറായത്. എന്നാൽ ഞാനത് മനസ്സിലാക്കി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. ഇളം വെയിൽ കിട്ടിയപ്പോഴത്തേക്ക് അത് വീണ്ടും നല്ല ഗ്രീൻ കളറിലുള്ള ഇലകൾ വന്നു, നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടായി. ആ ഒരു ഇളം വെയിൽ എൻ്റെ ഈ ചെടിക്ക് വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴും ഈ ചെടി എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ള മെയിൻ റീസൺ, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചെടി വളർത്തിയാൽ ശരിയാവത്തില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും പല ചെടികളും എന്നൊരു ഫീലുള്ള പല വ്യക്തികളുമുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ചെടികളെക്കുറിച്ച്. ഇനി ഈ ചെടിയും കൂടെ ആ ലിസ്റ്റിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണിതും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ധാരാളം തൈകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഫ്ലവേഴ്സൊക്കെ വന്നതുകൊണ്ട് നമുക്ക് മാറ്റി നടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂക്കളും കൊഴിഞ്ഞു തുടങ്ങും. വളരെ ചെറിയ വെള്ള പൂക്കളാണുള്ളത്. അപ്പോൾ അതെല്ലാം കൊഴിഞ്ഞു തുടങ്ങും. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. സോ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ റീപ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് തൈകളായി കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിൽ പുതിയ തൈകൾ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. മാത്രമല്ല അതിന് സ്പേസ് ഇല്ല പുതിയ തൈകൾ വരാനായിട്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ തൈ മാറ്റി വേറെ ഏതെങ്കിലും ചെടിച്ചട്ടിയിലേക്ക് നടാവുന്നതാണ്. റീസെൻ്റ്ലിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് ഏറ്റവും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ്. വളരെ റെയറായിട്ടേ നമുക്ക് ഈ ചെടി കിട്ടാറുള്ളൂ. ഈ കാണുന്ന ഹാങ്ങിങ് പോട്ട് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും കണ്ടുവരുന്നതാണ്. 70 രൂപ തൊട്ട് 120 രൂപ വരെ വില വരുന്ന ഒരു പോട്ടാണിത്. ഇതിനകത്ത് ഇപ്പോൾ ഡ്രെയിനേജ് ഹോൾസ് ഇല്ല. നിങ്ങൾക്ക് ഡ്രെയിനേജ് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു പോട്ടിൽ ചെടി നട്ടിട്ട് ആ ചെടിച്ചട്ടി എടുത്ത് ഇതിനകത്ത് വെക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മണ്ണും അതുപോലെ തന്നെ ഒരു പിടി മണലും മാത്രമാണ്. മണൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുക. നമ്മളിവിടെ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നില്ല. ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണല്ലോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചെടിക്ക് അങ്ങനെ ഒരുപാട് ഈർപ്പം കൊടുത്ത് വളർത്തേണ്ട ചെടിയല്ല. അതുമാത്രമല്ല കൂടുതൽ വെള്ളം ചെടിക്ക് നല്ലതല്ല, ചീഞ്ഞ് അഴുകിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും മണലും മണ്ണും കൂടെയുള്ള ഒരു മിശ്രിതമാണ് ഈ ചെടിക്ക് അനുയോജ്യം. നമ്മളെപ്പോഴും ചെടിച്ചട്ടിയിൽ നിന്ന് തൈകൾ മാറ്റിയെടുക്കുമ്പോൾ ആ ചെടിച്ചട്ടി ഒന്ന് നല്ല പോലെ നനയ്ക്കുക. ചെടി നല്ല പോലെ ഒന്ന് നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ തൈകൾ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിവിടെ കുറച്ച് തൈകൾ ഈ ചെടിച്ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുകയാണ്. ഹാങ്ങിങ് പോട്ടിൽ ഈ ചെടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഏത് ചെടി നട്ടു കഴിഞ്ഞാലും ഒരു നനവ് അത്യാവശ്യമാണ്. സോ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചെടിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഏതെങ്കിലും ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.